ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഇന്നലെ ജഡ്ജസ് ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ മത്സര ബുദ്ധിയോടെ കളിക്കണം, നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നും പാടില്ല, ഇപ്പം നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അല്ല നോക്കേണ്ട, മത്സര ബുദ്ധിയാണ് നോക്കേണ്ടത് എന്ന് പറയുന്നുണ്ടായിരുന്നു. നിങ്ങളെ ഇവിടെ കഷ്ടപ്പെട്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കി കൊണ്ടുവന്നേക്കണത് ഇവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കാനൊന്നും അല്ല, ഫ്രണ്ട്ഷിപ്പ് കാണാനോ അല്ലെങ്കിൽ നിങ്ങളെ നല്ല സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കാനൊന്നും അല്ല കേട്ടോ. ഇവിടെ നിങ്ങൾ കളിക്കുകയാണ് വേണ്ടത് എന്നാണ് ജഡ്ജസ് പറയുന്നത്. എന്നാൽ ഇന്നലെ ഷിജുലാലും ഷാമോനും ഇവിടെ കളിച്ചിരുന്നുവെങ്കിൽ, ചതിച്ച് കളിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഈ ജഡ്ജസ് പറഞ്ഞിട്ടുണ്ടാവുക, എന്തായിരിക്കും ഈ ഓഡിയൻസ് പറഞ്ഞിട്ടുണ്ടാവുക? ഓഡിയൻസ് ഗെയിമിനെയാണോ വിശകലനം ചെയ്യുന്നത് അതോ വ്യക്തികളെയാണോ വിശകലനം ചെയ്യുന്നത്? അതിനെക്കുറിച്ച് പറയാം. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റിയ ടോപ്പ് 12 ഏതൊക്കെ കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കമൻറ്റ് സെക്ഷനിലൂടെ നമുക്ക് പോകാം. അതുപോലെ തന്നെ ഇന്നത്തെ റാങ്കിങ് ടാസ്കിനകത്ത് ഇവർ നന്നായിട്ട് കളിച്ചോ, ഇവർ കറക്റ്റായിട്ട് ഇവരുടെ പൊസിഷൻ തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അയ്യോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ട ശേഷം എല്ലാവരും വന്നു കിടന്നുകൊണ്ട് ചേച്ചി നിങ്ങൾ എന്താണ് പറയണത്, ഇത് അഗ്നിപരീക്ഷയാണ്, ഇത് ബിഗ് ബോസ് അല്ല. എൻ്റെ പൊന്നു മക്കളെ, എനിക്കറിയാം ഇത് അഗ്നിപരീക്ഷയാണ്, ബിഗ് ബോസ് അല്ലെന്ന്. പക്ഷേ ഒരു സംഭവം നടക്കുന്നുണ്ട് അവിടെ. ജഡ്ജസ് മാത്രമല്ല ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, വോട്ടിംഗ് എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ വോട്ടിങ്ങിലാണ്. ഇപ്പോൾ ഈ 12 കണ്ടസ്റ്റൻസും ഇപ്പം ഇവരെ വോട്ടിങ്ങിൽ വേണ്ടി ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഷിജുലാലും ഷാമോനും എന്ന് പറഞ്ഞ 2 കണ്ടസ്റ്റൻസ് ഇവർ നല്ലത് കളിക്കുന്നോ മോശം കളി, ഇവർ ഈ ടാസ്കിൽ, ഇന്നലത്തെ ടാസ്കിൽ തുടക്കം തൊട്ടേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു, ഹെൽപ്പ് ചെയ്ത് കളിച്ചു. ഒന്നെങ്കിൽ ഇവർ ഹെൽപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു. കാര്യം ഇവർക്ക് അവസാനം വന്ന് ഇവർ പെട്ടുപോവുകയാണ് ചെയ്തത്, ഏത് ഷിജുലാലും ഷാമോനും. പക്ഷെ അവർക്കത് നല്ലതായോ? നല്ലതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% അവർക്ക് നല്ലതായി എന്ന് വേണം പറയാൻ. കാര്യം നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പേജുകളിൽ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ അറിയാൻ പറ്റും, എല്ലാവരും ജഡ്ജസിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡിന് ശേഷം ഈ ജഡ്ജസ് എന്താണ്, ഇതെന്താണ് ഇവർ കാണിക്കുന്നത്, ഇത്രയ്ക്ക് എന്താണെന്നുള്ളതെന്നൊക്കെ രീതിയിൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം തൊട്ടേ ഷിജുലാലും ഷാമോനും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കളിച്ചു. അപ്പോൾ കളിച്ച് അവസാനം വന്ന് ഇവർ അവസാനവും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജഡ്ജസ് പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒരാളെ ചതിച്ചേ പറ്റുള്ളൂ, അല്ലേ, കളിച്ചേ പറ്റുള്ളൂ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവർ ഇപ്പോൾ ഷിജുലാലോ ഷാമോനോ ഒരാളെ ചതിക്കുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ ഷിജുലാൽ ഈ ഷാമോനെ ചതിക്കുകയാണ്, എന്നിട്ട് ഷിജുലാൽ ആ ടാസ്ക് ജയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ ജഡ്ജസ് പറയുന്നത്? ഈ ജഡ്ജസ് പറയും, ഓഹോ അപ്പം നിങ്ങൾ അങ്ങനെ അവസാനം ഷിജുലാൽ ജയിച്ചു പക്ഷെ ചതിച്ചു അല്ലേ, അപ്പം വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് ഷിജുലാൽ എന്ന് പറയും. ഇതേപോലെ തന്നെ ഷാമോനും ഇതുപോലെ കിട്ടിയായിരുന്നു. നമ്മുടെ ജഡ്ജസ് ഓൾറെഡി ഭയങ്കര മാനിപ്പുലേറ്റീവാണ്. നമ്മുടെ ബിഗ് ബോസിലെ 3 ജഡ്ജസും നല്ല രീതിയിൽ അവർ തോണ്ടി ഇവരുടെ ഇങ്ങനെ കാര്യങ്ങൾ പുറത്തേക്കിടും. സോ ഇത് നടന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ എന്തായാലും അവർ പറയുമായിരുന്നു, അത് ഉറപ്പാണ്. അപ്പം നേരത്തെ കഴിഞ്ഞ കുറച്ച് മുന്നത്തെ ടാസ്കിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ഷാമോൻ പിടിച്ച ഷിജുലാൽ കണ്ടില്ലേ ഇപ്പം ഷാമോനെ ചതിച്ചത്. അപ്പം ഇത്രയേ ഉള്ളൂ ടാസ്ക് ആയപ്പോൾ. അപ്പം എന്നും ഉറപ്പായിട്ടും പറയും ഷിജുലാലിന് ചിലപ്പോൾ പെൻഡനും കിട്ടും. പക്ഷെ ഷിജുലാലിന് അവിടെ പുറത്ത് വോട്ടിങ്ങിന് വേണ്ടി ആൾക്കാർ ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്, ആരെ കയറ്റണം, എല്ലാ ദിവസവും വോട്ടിംഗ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും അയ്യോ എന്തായാലും ഇയാൾ ചതിച്ച് ആ ഷാമോൻ, ഇപ്പം ഷിജുലാലിനാണ് ചതിച്ചതെന്ന് വെച്ചോ, അയ്യോ ആ ഷാമോൻ പാവം, ഷിജുലാൽ ഭയങ്കര സാധനം. അല്ലെങ്കിൽ ഷാമോൻ ചതിക്കുകയാണെങ്കിൽ ഷാമോൻ ഭയങ്കര സാധനം തന്നെ, എന്നാലും ഇത്രയും സഹായിച്ച ഷിജുലാലിനെ ചതിച്ചില്ലേ അവസാനം ജയിക്കാൻ വേണ്ടിയിട്ട്. ടാസ്ക് ആണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സംഭവം 2 പേർക്കും ജഡ്ജസിൻ്റെ നിന്ന് പൂരം കിട്ടിയിട്ടുണ്ടെങ്കിലും ജഡ്ജസ് ഇത്തിരി കമൻറ്റ് സെക്ഷനിൽ നെഗറ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഗെയിമിനെ അനലൈസ് ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ കമൻറ്റ് സെക്ഷനിലുണ്ട്. അത് എൻ്റെ ചാനലിൽ മാത്രമേ അത് അങ്ങനത്തെ ആൾക്കാരുള്ളൂ കേട്ടോ, വേറെ ഒരു ചാനലിലും ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഗെയിം അനലൈസ് ചെയ്യുകയും ബിഗ് ബോസ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ മക്കളെ എനിക്ക് നിങ്ങളോട് ഭയങ്കര വിഷമം മാത്രമേ ഉള്ളൂ. കാര്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ഗെയിം, എന്ത് ടാസ്ക്, എന്ത് ഗെയിം അനാലിസിസ്, അതൊക്കെ ഇങ്ങനെ പട്ടം പാറിയ പോലെ അങ്ങ് പോകും. പിന്നെ ഉള്ളത് വ്യക്തികളെയാണ് നമ്മൾ നോക്കുന്നത് എപ്പോഴും. ഇത്രയും സീസൺ കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. അത് എനിക്ക് പറയണം, കുറച്ച് കാര്യങ്ങൾ എനിക്ക് 10 പറയാനുണ്ട്, അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയും. കാര്യം ഈ ഗെയിം എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ചിട്ട്, ഈ ടാസ്കുകൾ എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ചിട്ട് ഇതിനൊന്നും ഒരു വിലയില്ലാണ്ടാവുന്നത് ബിഗ് ബോസ് തുടങ്ങുമ്പോഴാണ്. കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തി എന്ത് ചെയ്യുന്നു, ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ഈ വ്യക്തി ഇങ്ങനെയാണോ, ഈ വ്യക്തി ഈ ടാസ്ക് എങ്ങനെയാണ് കളിക്കുന്നത്, അങ്ങനെ മാത്രമേ ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ. സത്യമായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാ സീസണിലും ഞാൻ പറയുന്നതാണ്, എല്ലാ സീസണിലും നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ടോപ്പ് 12 ശ്രദ്ധിക്കപ്പെടുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്?
എനിക്ക് തോന്നിയ കണ്ടസ്റ്റൻസ് ഞാൻ പറയാം, സാധ്യത കൂടിയ കണ്ടസ്റ്റൻസിനെ ഞാൻ പറയാം. ഇനി പറയാൻ പറ്റൂല, ഇനി അവസാനത്തെ ആഴ്ച ഇതുവരെ എലിമിനേഷൻ ഒന്നും നടന്നിട്ടില്ല, കാര്യം വോട്ടിംഗ് നടക്കുകയാണ്. സോ വീക്കെൻഡിലായിരിക്കും എലിമിനേഷൻ നടക്കുന്നത്. എൽദോ ചാൻസുകൾ വളരെ കൂടുതലാണ് എൽദോയ്ക്ക് സീസണിൽ കയറാൻ വേണ്ടിയിട്ട്. അതേപോലെ ലോലിറ്റയ്ക്കും അറ്റ്ലീസ്റ്റ് പെൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ലോലിറ്റയാണ്. അത് കഴിഞ്ഞ് ഷിബിനെയാണ്. അതേപോലെ രാകേഷിൻ്റെ ഗെയിം ഇപ്പോൾ കുറച്ചൊന്ന് താന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഷിജുലാലും ഷാമോനും പൊങ്ങി വന്നത്. ഈ നെഗറ്റീവ്സ് വരുമ്പോഴത്തേക്കും പൊങ്ങി വരുമെന്ന്. സോ രാകേഷ് കുറച്ച് താഴെയാണ്, ഷ്യാമും പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോഴേ. അതേപോലെ ഷിജുലാൽ, ഷാമോൻ. പിന്നെ ഉള്ളത് നമ്മുടെ ഷിജിനാണ്. ഷിജിന് കുറച്ച് ഈ ടാർഗറ്റൊക്കെ ചെയ്യപ്പെട്ടുകൊണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് എല്ലാവർക്കും ഒരു അയ്യോ പാവ സിമ്പതിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷിജിന്. അപ്പോൾ എനിക്ക് തുടക്കം പറയാനുള്ളത് എൽദോ, ലോലിത, രാകേഷ്, ഷിജുലാൽ, ഷാമോൻ, ശ്യാം, ഷിബിന, ഇത്രയും പേരിൽ ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ പൂജയുടെയും സോനയുടെയും പേര് പറയാത്തത്, സോനയ്ക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിലും ഹേറ്റും ഉണ്ട്. അതുപോലെ പൂജയുടെ ഗെയിമും നല്ലതായിട്ട് തുടക്കം നല്ല സൂപ്പറായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറഞ്ഞു വരെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ആദ്യം പറഞ്ഞ ഈ ഒരു 6-7 പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ. ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇന്നലെ ഇന്ന് ജഡ്ജസിന് ചൊറി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക, ദേഷ്യം വന്നിരിക്കുകയാണ്. ഷിജുലാലിൻ്റെ ഷാമോനെ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ് രഞ്ജിനി. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക്കാണ് ആദ്യം കൊടുത്തത്. ഫ്രണ്ട്ഷിപ്പിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റുമോ. സത്യം പറഞ്ഞാൽ എൽദോയും ഷിബിനെയും നന്നായിട്ട് തന്നെ കളിച്ചു. സ്ട്രാറ്റജി ഉപയോഗിച്ച് ഷിബിനെ എൽഡോയുടെ മുകളിൽ എൽഡോ കയറി ഷിബിനെ പിടിക്കുകയും ചെയ്തു. കാര്യം ഷിബിനെ വെയിറ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അങ്ങനെ എൽഡോ എല്ലാ ടാസ്കുകളിലും നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുള്ളതുകൊണ്ട് തന്നെ എൽഡോയുടെ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇനി ബാക്കി അതിനകത്ത് കയറിയിട്ട് എൽഡോ എങ്ങനെ കളിക്കുന്നത്. ഈവൻ എനിക്ക് തോന്നുന്ന കാര്യം, ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ ഒരു വിന്നർ ക്വാളിറ്റിയുള്ള കുറേ പേരുണ്ട്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ സീസണിൻ്റെ വിന്നർ ആവാൻ സാധിക്കും. അതേപോലെ ഷിജുലാലും ഷാമോനും നന്നായിട്ട് കളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഷിജുലാൽ ഇടയ്ക്ക് ഫൗള് വന്നു, അത് കാരണമാണ് ഔട്ടായത്. ഇല്ലെങ്കിൽ അവർ ശ്രമിച്ചേനെ. ഓക്കെ, ഇനി അടുത്ത് കഴിഞ്ഞിട്ട് ഷിബിനയ്ക്ക് പെൻഡൻ കിട്ടി. അതേപോലെ തന്നെ റാങ്കിങ്, ഇതിനകത്തും ജഡ്ജസ് കുറച്ച് കുഴപ്പിക്കുന്ന കാര്യങ്ങൾ ഇട്ടു. പക്ഷേ എൽഡോ ഇറക്കിയില്ല. എൽഡോയ്ക്ക് വേണമെങ്കിൽ ഇറക്കാമായിരുന്നു, പക്ഷേ വോട്ടിംഗ് ഉള്ളത് കൊണ്ട് എൽഡോ ഇറക്കിയില്ല. എൽഡോയ്ക്ക് നന്നായിട്ടറിയാം പെൻഡന് വേണ്ടിയിട്ട് ജഡ്ജസ് അവിടെ ഒരു കുരുക്കിട്ടു. കാര്യം ഈ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആൾക്ക് പെൻഡൻ കിട്ടില്ല, അല്ലെങ്കിൽ പവർ കിട്ടില്ല, മുകളിലിരിക്കുന്ന ആൾക്കാണ് പവർ കിട്ടുന്നത്. അപ്പോൾ എൽഡോ വിചാരിച്ച് ഞാൻ ഇപ്പോൾ ഇറക്കി കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ഇറക്കിയില്ലെങ്കിലേ ഞാൻ ഹീറോ ആവുള്ളൂ. അങ്ങനെ ഷിജുലാലല്ല നമ്മുടെ എൽദോ അവിടെ ഹീറോ ആയി തന്നെ ചെയ്തു. സൈക്കോളജിയിൽ ഇൻഡയറക്റ്റ് ഗെയിം കളിച്ചു. അപ്പോൾ വോട്ടിങ്ങിൽ അപ്പം ആൾക്കാർക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാവും, എൽഡോ അവിടെ ഇറക്കിയില്ലല്ലോ, ജഡ്ജസ് പറഞ്ഞിട്ടും എൽഡോയ്ക്കൊന്നും കിട്ടിയില്ലെങ്കിലും ജഡ്ജസ് പറഞ്ഞിട്ടും അത് എൽഡോ ഇറക്കാതെ നിന്ന് കളിച്ചല്ലോ. സോ അവിടെ ബുദ്ധിപരമായിട്ട് തന്നെ എൽഡോ കളിച്ചു. അത് കഴിഞ്ഞ ശേഷം ഈ റാങ്കിങ് ടാസ്ക് വന്നു. റാങ്കിങ് ടാസ്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, അവിടെ എനിക്ക് തോന്നുന്നു എൽഡോയും ഷിബിനെയും മാത്രമേ ഭയങ്കരമായ രീതിയിൽ അവിടെ ആ പിടിച്ച സ്ഥാനത്തിൽ നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സെക്കൻഡും തേർഡ് പൊസിഷനിലൊക്കെ നന്നായിട്ട് ശ്രമിച്ചു. വർത്താനം പറഞ്ഞ ആൾക്കാർ അങ്ങ് മാറിക്കൊടുത്തു അവസാനമായപ്പോൾ. സത്യമായിട്ടും ഈവൻ പൂജ വരെ നന്നായിട്ട് വർത്താനം പറഞ്ഞു. എന്നിട്ട് കൂടി അങ്ങ് ലോലിറ്റയാണെങ്കിൽ അവർക്ക് അങ്ങ് മാറിക്കൊടുത്ത പോലെ തോന്നി. ഇതിനകത്ത് കുറച്ച് പേരുണ്ടായിരുന്നു, കുറച്ച് കണ്ണിങ് ആയിട്ടുള്ള ആൾക്കാർ. കാര്യം ആദ്യത്തെ എന്തെങ്കിലും ഒരു പവർ ഇതിനകത്ത് കിട്ടും എന്ന് വിചാരിച്ചു. ആദ്യത്തെ 1-2 പൊസിഷൻ എന്തെങ്കിലും ഒരു പവർ കിട്ടാതിരിക്കില്ല, എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഈ ഗെയിമിൽ ഉണ്ടാവും എന്ന് വിചാരിച്ച് നിന്ന ആൾക്കാർ അവിടെ തന്നെ നിന്നിട്ടുണ്ട്. അത് ശ്യാമും അത് സോനയുടെ ആ ഒരു ഇത് നോക്കിക്കോ, സോനയ്ക്ക് ആ ഒരു ഇതിൽ സോനയ്ക്ക് നിൽക്കാൻ തോന്നി. ഞാൻ വിചാരിച്ചു രാകേഷ് അവിടെ നിൽക്കുന്നു, പക്ഷേ രാകേഷൊക്കെ ഗീവ് അപ്പ് ചെയ്ത് കളഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തത് 3ാമത്തെ പൊസിഷന് വേണ്ടി. അതുപോലെ 2ാമത്തെ പൊസിഷനിൽ നിന്ന പൂജ, അതേപോലെ ലോലിറ്റയൊക്കെ ഗീവ് അപ്പ് ചെയ്ത് കളഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആരും ഫൈറ്റ് ചെയ്യാത്ത പോലെ തോന്നി 2ാമത്തെയും 3ാമത്തെയൊക്കെ. അപ്പോൾ എനിക്ക് ജഡ്ജസിനും തൃപ്തരല്ല, എനിക്കും തൃപ്തരല്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിൻലി ജഡ്ജസ് ഇന്ന് പ്രൂവ് ചെയ്യാൻ നിന്നത്. മത്സര ബുദ്ധിയോടെ കൂടെ കളിക്കുക, ഫ്രണ്ട്ഷിപ്പ് അല്ല ഇമ്പോർട്ടൻസ് എന്ന്. അവിടെ ആരും സത്യം പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ആരും അവിടെ തമ്മിൽ ഒന്നുമില്ല. പക്ഷേ അവിടെ അവർ തന്നെ കയറണം തന്നെ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ടാസ്കിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഇടുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ് സത്യമായിട്ടും. അല്ലാണ്ട് അവിടെ എല്ലാവരും ഞാൻ വരുന്നില്ല, നീ തന്നെ കയറിക്കോ എന്ന് പറഞ്ഞ് അവിടെ കളിക്കുന്ന കാര്യം ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിലേക്ക് ഇല്ല, നീ തന്നെ കയറിക്കോ എന്ന് പറയുന്നവർ ആരും അവിടെ ഇല്ല. പക്ഷേ ഈ ടാസ്കുകൾ വരുന്നത് കാരണം ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനത്തെ ടാസ്കുകൾ വരുന്നത് അവരങ്ങനെ പെട്ടുപോകണേണ് അതിനകത്ത്. അല്ലാതെ വേറെ ഒന്നും പറയാൻ എനിക്കില്ല. ഇന്നത്തെ ടാസ്കിലും അത് തന്നെയല്ലേ നടന്നത്. അപ്പോൾ ഇന്നത്തെ ടാസ്കിലെ ബാക്കി കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ച് ഞാൻ പറയാൻ പോകണം. ഇതാണ് എൻ്റെ അനാലിസിസ്. ജഡ്ജസ് വരുന്നു. അപ്പോൾ അഖിലി പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ് എന്ന് പോലും ചിലവർക്ക് അറിയത്തില്ല. ഇത് ബിഗ് ബോസ് അല്ല. ഓഡീഷൻ കഴിഞ്ഞ് കോടിക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്ത് അത് സംപ്രേഷണം ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ആക്കി സെറ്റ് ചെയ്തു. രഞ്ജിനി 2-3 പ്രാവശ്യം പറഞ്ഞു ഇത് പാടില്ല എന്ന്. കൂട്ടുചേർന്ന് കളിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇനിയുള്ള ഓരോ എപ്പിസോഡ് നിങ്ങളെ ബെസ്റ്റ് പെർഫോമൻസ്. അപ്പോൾ ജഡ്ജസ് അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ.
പക്ഷെ അവരൊരു സെൻറ്റൻസ് അതിനകത്ത് പറയുന്നുണ്ട്, റിയാസൊക്കെ നിങ്ങൾ ആദ്യം തൊട്ട് കളിച്ചതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതൊക്കെ എന്തിനാ പറഞ്ഞത്? എനിക്ക് അതാണ് ഫുൾ കൺഫ്യൂസ് ചെയ്തത്, ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കാര്യം ജഡ്ജസ് എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് പിന്നെ ഇടയ്ക്ക് മനസ്സിലായില്ല സത്യം. റിയാസ് അവിടെ പറയുകയാണെങ്കിൽ ഷിജുലാലിനെ ഷാമോനെ കുറിച്ച്, നിങ്ങൾ നന്നായിട്ട് കളിച്ച് വന്നതാണ്, അത് നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു, ലാസ്റ്റ് നിങ്ങൾ ലക്കിൻ്റെ പുറത്ത് വന്നതാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്. അത് തന്നെയല്ല ടാസ്ക് ലെറ്ററിൽ പറഞ്ഞേക്കണത്, അത് തന്നെയല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് ചില സമയത്ത് ജഡ്ജസിനെ മനസ്സിലാവില്ല കേട്ടോ. ജഡ്ജസും കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കും നമ്മളെ. അപ്പോൾ ബിഗ് ബോസിൽ ചെയ്യേണ്ടത് ഇനി ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കുക, എന്നാൽ മുന്നോട്ട് പോകാമെന്നൊക്കെ പറയുന്നു. രഞ്ജിനി വന്ന് പറയുകയാണ് ഇത് മത്സരം എന്താണെന്ന് പോലും ചിലവർക്ക് അറിയത്തില്ല, കുറേ പേർക്ക് സൽസ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. കാര്യം ഈ സൽസ്വഭാവ സർട്ടിഫിക്കറ്റ്, ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നത് വോട്ടിംഗ് തുടങ്ങിയപ്പോഴാണ്. കാര്യം ഇവർ ബെസ്റ്റാണെന്നും നല്ല മനുഷ്യനാണെന്നും ഒക്കെ തെളിയിക്കാനും, ഞാൻ മോശക്കാരനല്ല, ഞാൻ വിശ്വാസവഞ്ചകനല്ല, ഞാൻ ദുഷ്ടനല്ല, ഞാൻ നല്ലൊരു പയ്യനാണ്, നല്ലൊരു കുട്ടിയാണ് എന്നുള്ളത് ഒരു ഇംപ്രഷൻ പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കാണിക്കുന്നത്. അത് കാണിക്കും, ബിഗ് ബോസിലെത്തിയാലും എല്ലാവരും കാണിക്കുമല്ലോ. ഈ വോട്ടിംഗ് തുടങ്ങിയോണ്ടാണ് കൂടുതലും, അല്ലെങ്കിൽ ജഡ്ജസിനെ മാത്രമേ ഫേവർ ചെയ്ത് നിൽക്കുള്ളൂ. പക്ഷേ ജഡ്ജസിന് അത് നല്ല റോളുണ്ട് കേട്ടോ, ഇനി വരാൻ പോണേ ഉള്ളൂ. അപ്പം ആടിനെ പട്ടിയാക്കുന്ന പോലെയാണ്, അഹങ്കാരം ധാഷ്ട്യമാണ് എല്ലാവർക്കും. എന്താണ് നിങ്ങൾ ഒന്ന് പഠിപ്പിച്ച് കാണിച്ചു തരാം, ഇനി അടുത്ത ടാസ്ക് നിങ്ങൾ എങ്ങനെ കളിക്കും നോക്കട്ടെ, ഫ്രണ്ട്ഷിപ്പ് കൂടിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ഷിജുലാലിൻ്റെ ഷാമോനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടാസ്ക്കാണ് ഏറ്റവും മികച്ച ഫ്രണ്ട്സ് തമ്മിൽ ബോണ്ടാകുക. അവിടെ ആര് ഏറ്റവും മികച്ച ഫ്രണ്ട്സ് ഇരിക്കുന്നത്? ആകെ കൂടെ ഇന്നലത്തെ ടാസ്കിനകത്ത് ഷിജുലാലും ഷാമോനും ഫ്രണ്ട്സായി. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് നിന്നു, അവർക്ക് പിന്നെ വേറെ പോകാൻ പറ്റൂല. അത് കഴിഞ്ഞ് എൽഡോയും ഷിബിനെയും ഫ്രണ്ട്സായി, പൂജയും സോനയും, ഷിജിനും ലോലിതയും, താഷിയും ആഫിയും, രാകേഷും ശ്യാമും. ഓക്കെ, രഞ്ജിനി എന്തുകൊണ്ട് രാകേഷിനെ തിരഞ്ഞെടുത്തില്ല ലോലിറ്റ? അപ്പോൾ അത് പിന്നെ രാകേഷിനെ തിരഞ്ഞെടുക്കാൻ അത് അങ്ങനെ ഇതാണ് ആടിനെ പട്ടിയാക്കുന്നത് പറഞ്ഞു. എടേ അവർ ആരെങ്കിലും തിരഞ്ഞെടുക്കട്ടെ, അവർക്ക് ടാസ്ക് ജയിച്ചാൽ മതിയോ? എൻ്റെ പൊന്നോ, ഈ ചില സമയത്ത് എനിക്ക് ജഡ്ജസിനെ ഫീൽ ചെയ്യുന്നത് ഇവരെ പഠിപ്പിച്ച് ആ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വിടണ്ട. കാര്യം ഇതൊന്നും പഠിപ്പിച്ച് വിട്ടിട്ട് കാര്യമില്ല. നമ്മളിവിടെ എല്ലാ കൊല്ലവും ഇരുന്നുകൊണ്ട് ക്ലാസ് എടുപ്പാ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എല്ലാ കൊല്ലവും വരും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇക്കൊല്ലം ഞാൻ നിർത്തി, ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇക്കൊല്ലം ഞാൻ നിർത്തി ക്ലാസ് എടുപ്പ്, ഓഡിയൻസിന് വേണ്ടി ക്ലാസ് എടുപ്പ്. എടാ നിങ്ങളെല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണേ, റിയൽ ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം, അവർ നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കണം. ഞാൻ നിർത്തി അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ വേറെ വരുന്നു. ഞാൻ നിർത്തി, കാര്യം ഇതൊന്നും നടക്കൂല. നമ്മൾ വെറുതെയാണ് ഇതൊക്കെ ഇരുന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് കളിക്കണം, മത്സര ബുദ്ധി വേണം, ഫ്രണ്ട്ഷിപ്പ് പാടില്ല, കോംബോ പാടില്ല, ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത് ബിഗ് ബോസിനകത്ത്. കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ എന്തോന്നൊക്കെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലം ഒരു കാർഡും പാടില്ലെന്ന് പറഞ്ഞ് ലാലേട്ടൻ വന്നു, അവസാനം എടുക്കാത്ത കാർഡുകളൊന്നും ബാക്കിയില്ല. സോ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് പഠിപ്പിക്കൽ നിർത്തി. ഇനി ഞാൻ ഒന്നുമില്ല, എന്താണോ സീസൺ അതിൻ്റെ റിവ്യൂ പറയും, എന്താണോ പോകുന്നത്, നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് എടുത്ത് പറയും, മോശമായിട്ട് കളിക്കുന്ന ആൾക്കാരെ കുറിച്ച് അതും എടുത്ത് പറയും, റിവ്യൂവും പറയും, മുന്നോട്ട് പോകും. അതാണ്. ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അത് കഴിഞ്ഞ് അഖിൽ പറയുന്നത് നിങ്ങൾ ആരും സുഹൃത്തുക്കളാവരെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവിടെ മത്സര ബുദ്ധി വേണം, ഒരാൾ മറ്റൊരാളെ എടുത്ത് പൊക്കണം. അതാണ് ടാസ്ക്. അപ്പോഴത്തേക്ക് സോനയും പൂജ അവിടെ തന്നെ ഡിമ്മായി. കാര്യം അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല, രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങാൻ പറ്റില്ല. സോനയ്ക്കും പൂജയ്ക്കും പണി കിട്ടി, അവർ പോയി ഔട്ടായി. അത് കഴിഞ്ഞ് സോന പറയാണ്, ചോറുണ്ടെന്ന് ആൾക്കാർക്കൊക്കെ അറിയാം, ഇവിടെ ഓരോരുത്തർ വെയിറ്റൊക്കെ നോക്കിയിട്ടാണ് ഓരോരുത്തർ നിന്നത്. വെയിറ്റ് കൂടിയവരെ എടുത്തു, വെയിറ്റ് കുറഞ്ഞവരെ എടുത്തില്ല, അങ്ങനെ എന്നൊക്കെ പറയാം. പൂജ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിച്ചിട്ട് ഷിജിൻ കണ്ടില്ലേ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഷിജിൻ എന്നെ ആരും എടുത്തില്ല, അതുകൊണ്ട് ലോലിറ്റ മാത്രമേ എന്നെ എടുത്തുള്ളൂ. അപ്പോൾ ലോലിറ്റ മര്യാദയ്ക്ക് നിന്ന് കളിക്കും, നേരെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് രഞ്ജിനി ഒരു കൈ അങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൈ വിടുന്നു. അടുത്ത ഘട്ടം. അപ്പോൾ ഷാമോനും ഷിജുലാലിനെയും കുത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് രഞ്ജിനി. ഇവിടെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഫ്രണ്ട്ഷിപ്പും എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ആഫിയയും താഷിയും ഔട്ടാവുന്നു. കാര്യം ആഫിയയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് അഖിൽ മത്സരത്തിൻ്റെ അവസാനം അടുത്തൊരു സംഭവം പൊട്ടിക്കുകയാണ്. അവസാനം മുകളിലുള്ള ആളായിരിക്കും ജയിക്കുന്നത്, താഴെ ഇരിക്കുന്ന കഷ്ടപ്പെടുന്ന ആൾ ജയിക്കില്ല. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് ഇങ്ങനെ കുരു എടുക്കുകയാണ്, പൊട്ടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴത്തേക്കും തന്നെ കുറച്ച് പേരങ്ങ് അപ്പം നമ്മൾ പിടിച്ചോണ്ടിരിക്കണം, നമ്മളാര് മണ്ടനാ എന്നുള്ള രീതിയിൽ. അങ്ങനെ ലോലിറ്റയെ പിടിച്ചോണ്ടിരിക്കുന്ന ഷിജിൻ, ഞാനെന്തിന് വെറുതെ ലോലിറ്റയെ പിടിച്ചോണ്ടിരിക്കുന്നത്, വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞ് ഔട്ടാവുന്നു. അതുപോലെ തന്നെ അടുത്ത് രണ്ട് കൈ നിവർത്തണമെന്ന് പറയണം പിടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ രാകേഷ് ശ്യാമ ഔട്ടാവുന്നു. മുകളിലിരിക്കുന്ന ആൾ ഒരു കൈ ഇതാക്കണം എന്ന് പറയുന്നു. അവസാനം 2 പേര് വരുന്നു, ഷിജുലാലും ഷാമോനും നമ്മുടെ ഷിബിനെയും എൽദോയും. അവസാനം മുകളിലിരിക്കുന്ന ആൾ ഒരു കൈ പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷിജുലാൽ ഇവിടെ എന്തടിക്കുന്നു? ഫൗൾ അടിക്കുന്നു, കൈ താഴേക്ക് പോകുന്നു. അപ്പോൾ രഞ്ജിനി പറഞ്ഞു ഫൗൾ, നിങ്ങൾ ഷൂ പിടിക്കണം അത് പിടിക്കണം എന്ന് എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല, ഫൗൾ തന്നെയാണ്. അപ്പോൾ രഞ്ജിനിക്ക് ഉള്ളിൽ സമാധാനമായി, പണ്ടാരം ഔട്ടായല്ലേ, ഇല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്ഷിപ്പ് പ്രൂവ് ആയേനെ. ഔട്ടായി. അപ്പോൾ ഷിബിനെ ഇവിടെ ഔട്ടായി. അങ്ങനെ ഷിജുലാലും ഷാമോനും ഔട്ടാവുന്നു. അങ്ങനെ എൽഡോയും ഷിബിനെയും വിന്നറാവുന്നു. ഷിബിനയ്ക്കാണ് ഇതിനകത്ത് പെൻഡൻ കിട്ടുന്നത്. അത് കഴിഞ്ഞ് റാങ്കിങ് ടാസ്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ റാങ്ക് നിങ്ങൾ തന്നെ
പറയണം 1 തൊട്ട് 12 വരെ, ഓക്കെ എന്ന് പറയണം. അങ്ങനെ തന്നെ ഇവിടെ ഷിബിനെ എനിക്കും എൽദോയിനെയും കൈ കെട്ടുന്നു. നിങ്ങൾ ഒരു പൊസിഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ബീറ്റ് ചെയ്യേണ്ടത് എന്ന് പറയും. നിങ്ങൾ നിൽക്കേണ്ടത് ബീറ്റ് ചെയ്യേണ്ടത് എന്തിനാണ് ഞാൻ പറയണത്, ഒരു പൊസിഷന് വേണ്ടി നിങ്ങൾ മത്സരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് ബസറടിക്കുന്നു. നേരെ ഷിജുലാൽ, ആഫിയ, ഷിജിൻ, താഷി, എൽഡോ, മറ്റേ എൽഡോ, പിന്നെ ഷിബിന എല്ലാം കൂടെ 1ാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നു. ചലപ്പ് തുടങ്ങുന്നു. പൂജ, ശ്യാം, മറ്റേ ലോലീറ്റ അവരൊക്കെ കൂടി 2ാമത്തെ പൊസിഷന് വേണ്ടി ഇടി കൂടുന്നു. അത് കഴിഞ്ഞ് ഫുൾ ബഹളം, അലബില അലബില അല. ആ ഷിജുലാലാണെങ്കിൽ എന്തൊരു ബഹളം, എൻ്റെ പൊന്നോ, ബഹളത്തോട് ബഹളം. അവസാനം വഴക്ക് എന്നൊക്കെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷിജുലാലും ആഫിയും കൂടെ വഴക്കാവുന്നു. എൽഡോ ആൻ്റണിയെ കൂടെ പ്രസംഗിക്കുന്നു. ആര് കേൾക്കാൻ? ഏറ്റവും കൂടുതൽ ഇൻഫിനിറ്റി ഇപ്പം എനിക്കാണ് കിട്ടിയ. എൽഡോയ്ക്ക് പോയിന്റ്സ് ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. കാര്യം ഏറ്റവും കൂടുതൽ ടാസ്ക് ജയിച്ചത് എൽഡോയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൽഡോയ്ക്ക് പോയിന്റ്സ് കൃത്യമായിട്ടുണ്ട് പറയാൻ. അവർക്ക് ആർക്കും ഒന്നും പറയാനും പറ്റില്ല, നിങ്ങൾ കളിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഷിജുലാൽ, നീ എന്തിന് എന്നെ മേത്ത് തൊട്ടു, എന്തിന് ഷിജുലാലെ അവസാനം ഇങ്ങനത്തെ ഗെയിമൊന്നും കളിക്കരുതേ, കൊള്ളൂല. ഷിബിനെ മനഃപൂർവ്വം തൊടുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര നെഗറ്റീവാവും ഷിജുലാലെ, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷിബിനെ എടുത്ത് കടന്ന് ദേഷ്യപ്പെടുന്നു. ദിവിനെ എടുത്ത് കടന്ന് അലറി വിളിക്കുന്നു. ഇപ്പോൾ റിയാസ് ഹലോ എന്ന് പറഞ്ഞ് റിയാസ് പറയണമെന്നും കേൾക്കുന്നില്ല, ഹലോ ദേഷ്യപ്പെടണം. ഓരോരുത്തരുടെ പോയിന്റ്സ് പറയാൻ പറയുന്നു. അങ്ങനെ ഷിജുലാൽ പറയുന്നു, എൽദോ നന്നായി പറയുന്നു, ഷിബിന നന്നായി പറയുന്നു, ആഫിയയും പറയുന്നു. പക്ഷേ ആഫിയ കൂടുതൽ മറ്റുള്ളവരുടെ കുറ്റമാണ് പറയുന്നത്. അപ്പോൾ ജഡ്ജസ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാനായിട്ടൊന്നുമില്ലേ, ബാക്കിയുള്ളവരുടെ കുറ്റങ്ങളല്ലാണ്ട്. അങ്ങനെ ഇവിടെ ശ്യാം പോയിന്റ്സ് പറയുന്നു. അപ്പോൾ അവിടെ അവർക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റുന്നില്ല ആരും 1ാം പൊസിഷൻ. 2ാം പൊസിഷനിലേക്ക് വേണ്ടി ഉഗ്രൻ അടി കടക്കാണ് പൂജയും ലോലിറ്റയും തമ്മിൽ. ഒടുക്കത്തെ അടി. പൂജ നല്ല പോയിന്റ്സ് ഒക്കെ പറഞ്ഞു, പക്ഷെ അവസാനം വിട്ടുകൊടുത്തു. അത് ശരിയായില്ല. സോനയും രാകേഷും കൂടെ പറഞ്ഞു, പക്ഷെ രാകേഷ് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ സോന 3ാം പൊസിഷനിൽ, ശ്യാം 2ാം പൊസിഷനിൽ, ഷാമോൻ 4ാം പൊസിഷനിൽ, വേറെ ആരും ഇല്ല. അങ്ങനെ മുകളിൽ എൽദോനെയും ഷിജുലാലിനെയൊക്കെ കാണുന്നുണ്ട്. താഷി 5ാമത്തെ പൊസിഷനിൽ. അത് കഴിഞ്ഞ് റിയാസ് ബസറടിക്കുകയും അവനവൻ്റെ പൊസിഷനിൽ പോയി നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ബസറടിക്കാറായപ്പോൾ തന്നെ ഷിജുലാൽ പോയി 6ൽ നിൽക്കുന്നു, പൂജ 7ൽ, രാകേഷ് 8ൽ, ലോലിറ്റ 9ൽ. അപ്പം ഫ്രണ്ടിൽ നിൽക്കുന്ന ഷിബിനെയും എൽഡോയും ആഫിയയും ഷിജിനും തമ്മിൽ ഒരു കോംപ്രമൈസും ആയിട്ടില്ല. അവിടെ ഇപ്പോഴും പ്രശ്നം. കൗണ്ട് ഡൗൺ തുടങ്ങി, അവർ തീരുമാനിക്കുന്നേ ഇല്ല. അവസാനം സ്റ്റോപ്പ് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഈ 3 പേരും മാറ്റിക്കോ, ഈ 3 പേരെ ഈ പൊസിഷൻ നിർത്താൻ കൊള്ളില്ലെന്ന് ജഡ്ജസ് പറയാണ്. അങ്ങനെ ആഫിയ വിട്ടുകൊടുത്തില്ല. അപ്പോൾ ആഫിയ പറയാണ്, ഞാൻ വിട്ടുകൊടുത്തില്ല, അതല്ലേ ഈ ടാസ്ക്, എൻ്റെ പൊന്നു മോളെ വിട്ടുകൊടുക്കലല്ല ഈ ടാസ്ക്. ഇതിനകത്ത് നിങ്ങൾ കറക്റ്റ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, എല്ലാവരും ഓരോ പൊസിഷനിൽ പോയി നിൽക്കണം. അവസാനം മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുകയാണ് ഈ 1ാമത്തെ പൊസിഷനിൽ ആര് നിൽക്കണം എന്നുള്ളത്. സോ അവർ കണക്കെടുക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുക്കുന്നത് എൽഡോയ്ക്കാണ്, എൽഡോയ്ക്ക് ഷിബിനിക്കുമാണ്. അതെനിക്ക് ഉറപ്പായിരുന്നു. കാര്യം എൽഡോ അത്രയും ടാസ്ക് ജയിച്ചത് കൊണ്ട് തന്നെ എൽഡോ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കാനുള്ള അർഹത എൽഡോയ്ക്കുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആഫിയയ്ക്കും ഷിജിനും ബാക്കി ഫില്ലാവാൻ കിടക്കുന്ന സ്ഥാനത്തുള്ള പൊസിഷനേ ഉള്ളൂ. അപ്പം 10th പൊസിഷനിൽ ആഫിയനെ നിർത്തുന്നു, മറ്റുള്ളവർ വോട്ട് കൊടുത്തിട്ട്. അതുപോലെ 12th പൊസിഷനിലാണ് ഷിജിനെ നിർത്തുന്നത്. കാരണം ഷിജിൻ ഇവിടെ സംസാരിക്കാൻ കുറച്ച് ഷിജിൻ പുറകിലോട്ടാണ്, എക്സ്പ്രഷൻ കുറച്ച് പുറകിലോട്ടാണ്. അതും കൂടെ ആയിരുന്നുവെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ ഈ മറ്റേ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ കളിച്ച് കഴിഞ്ഞാൽ പാവം പയ്യൻ എന്നൊക്കെ വിളിച്ച് കയറാനുള്ള ചാൻസ് കാണുന്നുണ്ട് ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞാൽ. കാര്യം നമ്മുടെ ഇവിടെ ആൾക്കാർ ഞാൻ പറയാം ടാസ്കും കുന്തമൊന്നുമല്ല നോക്കണത്. ഇവിടെ ടാസ്ക് കളിച്ചുകൊണ്ടിരിക്കും, അപ്പുറത്തെ ഒരാൾ മാറി ഇരുന്ന് കരയാണെങ്കിൽ അയ്യോ പാവം തന്നെ, അയ്യോ കഷ്ടം, അയ്യോ ആ കുട്ടീനെ ഇട്ട് എല്ലാവരും കൂടെ പാവം. ഇവിടുത്തെ ഈ മണ്ടന്മാർ അവരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തീർന്ന്, അതും കൂടെ അനുകൂലമാവും, സൂപ്പർ. അപ്പോൾ അതും കൂടെ കുറച്ചും കൂടെ ബെറ്റർ, കുറച്ചും കൂടെ അവർക്ക് നല്ലതായിട്ട് മാറും. സോ എപ്പോഴും ഇമോഷണലിയാണ് നമ്മുടെ ഓഡിയൻസ് പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രഞ്ജിനിയാണെങ്കിൽ പറയണം, ഇനി എൽഡോയും ഷിബിനെയും പരസ്പരം തീരുമാനിക്കുക ആര് ഫസ്റ്റിലെത്തണം എന്ന്. സോ ഷിബിനെ വിട്ടുകൊടുക്കുന്നില്ല, നിങ്ങൾ എന്നെ സഹായിച്ചാലും ഞാൻ നിങ്ങൾക്ക് വിട്ട് തരത്തില്ല എന്നുള്ള രീതിയിൽ. ഷിബിന നല്ലൊരു ഗെയിമറാണ്. ചില സമയത്ത് ഷിബിന കുറച്ചൊന്ന് ഓഡിയൻസിൻ്റെ ആസ്പെക്റ്റിൽ ചിന്തിച്ച് കളിച്ചാൽ, ബിഗ് ബോസ് സീസണിനകത്ത് കയറിയാൽ ഷിബിന കുറേ മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഇവിടെ പ്യുവർ ഗെയിമേഴ്സിനെ ഇവിടെ ആൾക്കാർക്ക് വേണ്ട. ഭയങ്കര കഷ്ടമാണ് ഇവിടുത്തെ അവസ്ഥ. പ്യുവർ ഗെയിമേഴ്സ്, ഞാൻ പറയും പ്യുവർ ഗെയിമേഴ്സ് എപ്പോഴും ബാക്കിലോട്ട് ആയിട്ടേ ഉള്ളൂ. ഇവിടെ ഇമോഷണൽ ഗെയിമേഴ്സാണ് ഇവിടെ കൂടുതലും, ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അപ്പം ഷിബിന കുറച്ച് ചില കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടുപിടിക്കുക. എപ്പോഴും ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുക, കുറച്ചൊക്കെ ഒന്ന് വിട്ടുപിടിച്ചാൽ അത് നല്ലതായിരിക്കും ഷിബിനയ്ക്ക്. ഓക്കെ, അപ്പം വോട്ട് ഇവിടെ എൽഡോയ്ക്കാണ് കിട്ടുന്നത്. എൽഡോ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നു, ഷിബിന 11th പോകുന്നു. അങ്ങനെ ആദ്യത്തെ 3 സ്ഥാനത്തിലുള്ള ആൾക്കാർക്ക് പ്രത്യേക പവർ കിട്ടുമെന്ന് പറയുന്നു, എല്ലാം മാറ്റി മറിക്കാനുള്ള പവർ കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ ഷിബിനയ്ക്ക് പെൻഡൻ കിട്ടുന്നതുകൊണ്ട് ഷിബിനയ്ക്ക് മൈ ടൈം കിട്ടുന്നു, നോ എലിമിനേഷൻ. അത് പിന്നെ അറിയാമല്ലോ നമുക്ക്, പ്രൊമോ ഒന്നുമില്ല. കാര്യം നാളെ വീക്കെൻഡാണ്, അതായത് ഇന്ന് കഴിഞ്ഞ് നാളെ സാറ്റർഡേ വീക്കെൻഡാണ്. അതിന് ചിലപ്പോൾ എവിക്ഷൻ നടക്കാം, ചിലപ്പോൾ 1 or 2 പേര് ഔട്ടാവാൻ ചാൻസ് ഉണ്ട്, വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ചാൻസ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.